بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ എല്ലാ അർത്ഥത്തിലും കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ. സമീപ ദിവസങ്ങളിൽ ചാനലുകളിലും ചർച്ചകളിലും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒരു പരിധിയിലധികം പരിശുദ്ധ ഇസ്ലാമിനെ ആക്ഷേപിക്കാനും ചെറുതാക്കി കാണിക്കാനും ശ്രമിക്കുന്ന ആളുകൾ നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു വലിയ ആരോപണമാണ് ഇസ്ലാം പുരുഷാധിപത്യത്തിന്റെ മതമാണെന്നും അതിന്റെ കൂടെ നിൽക്കുന്ന സംവിധാനമാണെന്നും എന്നുള്ളത്. സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഇസ്ലാം സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ സ്വത്തവകാശ നിയമം അത് പുനഃപരിശോധിക്കണം എന്ന് പോലും പറഞ്ഞ ആരോപണങ്ങളും അതിനുവേണ്ടി വാദിക്കുന്നതായ ആളുകളും സജീവമാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി പോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ കൂടെ തന്നെ സ്ത്രീയുടെ സ്വത്തവകാശവും സ്വാതന്ത്ര്യവും സമത്വവും ഒക്കെ അതിനോടനുബന്ധമായി തന്നെ ഇങ്ങനെ ചർച്ച ചെയ്തു പോരുന്നുണ്ട്. അതിൽ രാഷ്ട്രീയം കടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ തന്ത്രം. അത് നാം ആരും മനസ്സിലാക്കുന്നില്ല. ഒരു മതപരമായ വിഷയത്തെ, മതപരമായ ഒരു കാഴ്ചപ്പാടിനെ ഒരു സമൂഹത്തിൽ ചർച്ച ചെയ്യാനെടുക്കുമ്പോൾ അതിനൊരു രാഷ്ട്രീയമായ നിറം ചാർത്തുമ്പോൾ മുസ്ലിമീങ്ങളിൽ തന്നെ മതനിയമത്തിന് പ്രതികൂലമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറയുന്ന ഒരു വിഭാഗത്തെയും ഇതിലൂടെ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് ഇത്തരത്തിലുള്ള കുലിസിത ശ്രമക്കാരുടെ ഒരു വലിയ കുബുദ്ധിയാണ് എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കാം. കുടുംബശ്രീ പ്രവർത്തകരുടെ പുതിയ പ്രതിജ്ഞയിൽ പോലും സ്വത്തവകാശത്തിന്റെയും സമത്വത്തിന്റെയും കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു എന്നതൊക്കെ ഈ ചർച്ചയുടെ കാരണങ്ങളായി നമുക്ക് ഗണിക്കാവുന്നതാണ്. ഇസ്ലാം എന്തു പറയുന്നു എന്നത് അവതരിപ്പിക്കുക എന്നത് നമ്മെപ്പോലുള്ളവരുടെ ബാധ്യത എന്ന നിലയിൽ ഇൻഷാ അല്ലാഹ് അല്പം അത് സംബന്ധമായി വാചാലമാവാൻ ആഗ്രഹിക്കുന്നു. സർവശക്തനായ അല്ലാഹു നമ്മുടെ അറിവിൽ ബറക്കത്തും അമൽ ചെയ്യാനുള്ള തൗഫീഖും നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആരക്കുകയാണ്. സ്ത്രീ സമൂഹത്തോട് നമ്മുടെ സംസ്കാരങ്ങളും ചരിത്രങ്ങളും കാണിച്ചിരിക്കുന്ന അവഗണനകൾ, അല്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തിൽ സ്ത്രീ അവഗണിക്കപ്പെട്ടിട്ടുള്ളതായ തലങ്ങൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും. 1400 കൊല്ലത്തെ മതനിയമങ്ങൾ വെച്ചുകൊണ്ട് അതിൽ ഒരു മാറ്റലും തിരുത്തലും ഇല്ലാതെ അന്ന് പറഞ്ഞതിനെ പോലെ തന്നെ ഇന്നും പറയാൻ കഴിയുന്ന ഒരു പ്രത്യയശാസ്ത്രം ഇസ്ലാം മാത്രമാണ്. ഭർത്താവിന്റെ മരണശേഷം ഭാര്യയ്ക്ക് നരകതുല്യ ജീവിതമായതുകൊണ്ട് ഭർത്താവിന്റെ ചിതയിൽ ചാടി പെണ്ണ് അതോടൊപ്പം തന്നെ ജീവൻ ഒടുക്കൽ, അതാണ് പുണ്യം എന്ന് വിശ്വസിച്ചിരുന്ന സതിസമ്പ്രദായം അകലെയല്ല നമ്മുടെ നാട്ടിലായിരുന്നു. ഇഷ്ടമില്ലാത്ത പെണ്ണിനെ വെള്ളത്തിലെറിയാനുള്ള അവകാശം, അതിനുള്ള അധികാരം അത് ഭർത്താവിന് ഉണ്ടായിരുന്നു എന്നതൊരു നിയമമായി സാംസ്കാരിക പട്ടണമായ ഇറാഖിന്റെ ബാബിലോൺ മുതൽ അങ്ങ് യൂറോപ്പ് വരെ വ്യാപിച്ചിരുന്ന ചരിത്രവും നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. ഫ്രാൻസിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ 1905 വരെ പെണ്ണിനെ വിൽക്കാനുള്ള അവകാശം ഭർത്താവിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ട ചരിത്രങ്ങൾ. അമേരിക്ക പോലെയുള്ള ഒരു പരിഷ്കൃത രാജ്യത്ത്, അങ്ങനെ പറയപ്പെടാൻ പറ്റുന്ന ഒരു രാജ്യത്ത് 1920 വരെയുള്ള സമരങ്ങളും അവിടെ ഉണ്ടായിട്ടുള്ള പ്രക്ഷോഭങ്ങളും അതിൽ മിക്കവാറും സ്ത്രീയുടെ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവൾക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള സമരങ്ങളായിരുന്നു എന്നതാണ് സമൂഹത്തിന്റെ ഇന്നലകളിലെ ചരിത്രം എന്നുള്ളത്. നമ്മുടെ രാജ്യത്തോ വിഭിന്നമല്ല. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ UPA ഗവൺമെന്റിന്റെ കാലത്താണ് ഹിന്ദു പെൺകുട്ടിക്ക് പിതാവ് മരിച്ചാൽ സ്വത്തിൽ അവകാശമുണ്ട് എന്നത് ഒരു നിയമമായി പാർലമെന്റിൽ കൊണ്ടുവരുന്നത്. അത്രത്തോളം അവഗണന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്.
ഈ അവഗണനകൾക്കൊക്കെ അപ്പുറം അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന ഒരു തലത്തിൽ ആ സമൂഹത്തിന്റെ കൂടെ ജീവിച്ച ആളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട കാനന സമാന ജീവികളായ 6-ാം നൂറ്റാണ്ടിലെ ഇരുളടഞ്ഞ ജനതയുടെ ഇടയിലേക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകി എന്നതോടൊപ്പം തന്നെ കൃത്യമായ ഒരു വിഹിതം അവൾക്ക് നിർബന്ധമായും അവളുടെ അനന്തര സ്വത്തായി, അവൾക്ക് അനന്തര അവകാശമായി ലഭിക്കണമെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മുന്നിൽ നിന്നു മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹയിന്റെ സമസഞ്ചാരത്തിൽ 23 വർഷത്തിൽ പെണ്ണിന്റെ അവകാശങ്ങൾ പറയുന്ന ലോക നിയമം പ്രഖ്യാപിക്കപ്പെട്ടത് സൂറത്തുൻ നിസായിലൂടെയും പെണ്ണിനെ ആദരിച്ച് ലക്ഷത്തിൽ പരം വരുന്ന അമ്പിയാക്കളിൽ നിന്നും ചിലരെ മാത്രം ഖുർആനിന്റെ അധ്യായങ്ങളുടെ നാമകരണത്തിൽ ചേർക്കപ്പെട്ടപ്പോൾ നബി പോലുമല്ലാത്ത സ്ത്രീവർഗത്തിൽപ്പെട്ട ഒരു പെണ്ണ് സയ്യിദത്തുനാ മറിയം റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഖുർആനിൽ ഒരു അധ്യായം തന്നെ കൊണ്ടുവരികയും അതോടൊപ്പം തന്റെ മകനെ ലോകം മുഴുവൻ അറിയാൻ ഉമ്മയുടെ പേരിനൊപ്പം ചേർത്ത് വിളിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാമൂഹികമായ ഒരു നീതിയുടെ രീതിയിൽ പരിശുദ്ധ ഖുർആനിന്റെ അനർഘവചനങ്ങൾ അവതരിച്ചു എന്നതും പെണ്ണിനെ ആദരിക്കാനും അവളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനും ഇസ്ലാം എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യ മറുപടിയായി പരിശുദ്ധ ഖുർആൻ ഇന്നും നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഖൈസ് ഇബ്നു ആസിം എന്ന് പറയുന്ന മനുഷ്യൻ വരുന്നുണ്ട്. പരിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചം മനസ്സിലേക്ക് വന്നപ്പോ ഇസ്ലാമിക ആശ്ലേഷണത്തിന്റെ സന്തോഷ നിർഭരമായ സമയത്ത് സ്വഹാബികൾ എല്ലാവരും ഖൈസ് ഇബ്നു ആസിം വരുന്നത് നോക്കി നിൽക്കാം. സൂറത്ത് തക്വീറിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഇബ്നു കഥീർ ഈ സംഭവം ഉദ്ധരിക്കുന്നു. ഖൈസ് ഇബ്നു ആസിമിന് വലിയ സന്തോഷമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ മനസ്സിനെ അലട്ടുന്നത് ഇന്നലകളുടെ ഓർമ്മകളാണ്. കാരണം അത്രയും അയാൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അയാൾ ഏത് കാര്യത്തിലാണ് വ്യസനപ്പെടുന്നത്? അയാളുടെ മനസ്സ് എവിടെയാണ്? സ്ത്രീ സമൂഹത്തോട് അദ്ദേഹത്തിന്റെ ആയ കാലത്ത് അദ്ദേഹം ചെയ്ത ആ അവഗണനയും ക്രൂരതയുമാണ് ഇപ്പോൾ ഖൈസ് ഇബ്നു ആസിം എന്ന് പറയുന്ന മനുഷ്യൻ പരിശുദ്ധ ഇസ്ലാമിന്റെ ശാന്തതീരത്തേക്ക് നീന്തി തുടിച്ചു വന്നപ്പോ അദ്ദേഹത്തിന്റെ സന്തോഷം കെടുത്തി കളഞ്ഞത് ഇന്നലകളുടെ ആ ഓർമ്മകളാണ്. അയാൾ വന്നിട്ട് സങ്കടത്തോടെ ഗദ്ഗദത്തോടെ ഇടറുന്ന സ്വരത്തിൽ വിതുമ്പുന്ന ചുണ്ടുകളോടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് കവിളിൽ നനവ് തീർത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ മുത്തായ നബിയുടെ സ്വഹാബത്തിന്റെ നിറഞ്ഞ പുഞ്ചിരിയുടെ മുന്നിൽ കണ്ണുനീരോടുകൂടെ ഖൈസ് ഇബ്നു ആസിം അവതരിപ്പിക്കുന്നുണ്ട് പുണ്യ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നി വഅത്തു 12 ബനതൻ ലി ഫിൽ ജാഹിലിയ ഔ 3 ബനാത് ഔ 13. ഹബീബായ നബിയോട് പറയുന്നുണ്ട്, ഞാൻ 12 അല്ലെങ്കിൽ 13 പെൺകുഞ്ഞുങ്ങളെ ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ അവരുടെ പിതാവായി നിന്നുകൊണ്ട് തന്നെ കുഴിച്ചു മൂടിയ ക്രൂരത എന്റെ മനസ്സിനെ കീറി മുറിക്കാണ് നബിയെ. വിവേകത്തിന്റെ ഈ അവസാനത്തെ സമയത്ത് ഞാൻ അത് ഓർത്തുകൊണ്ട് വ്യസനപ്പെടുന്നു എന്ന് പറഞ്ഞ് പൂർത്തീകരിക്കാൻ കഴിയാതെ വാക്കിടറിയ സ്വഹാബിയെ ചേർത്ത് പിടിച്ച് പരിഹാരവും അദ്ദേഹത്തിന്റെ മനസ്സിന് സമാധാനവും പറഞ്ഞുകൊടുത്ത ആളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീത്വത്തിൽ നിന്നും അവർക്ക് ജീവിക്കാനുള്ള അവകാശവും അവരുടെ സ്വത്തിന് സംരക്ഷണവും അവർക്ക് സർവ്വലോകത്തും സർവ്വകാലത്തും സുരക്ഷിതമായി കഴിയാനുള്ള സംരക്ഷണ വലയവും പറഞ്ഞത് ഇസ്ലാമാണ്. ഒരു പക്ഷത്തെ മാത്രം കണ്ടുകൊണ്ട് അതാണ് വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ മതത്തിന്റെ അന്തസത്തയിലേക്ക് ഇറങ്ങിച്ചെന്നുമുള്ള പഠനങ്ങൾ അവരിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരോട് ഈ മതത്തിന് വളരെ സൗമ്യ ഭാഷയിൽ പറയാനുള്ളത്. അള്ളാഹുവിന്റെ ഖുർആൻ പെണ്ണിന്റെ അവസ്ഥയെക്കുറിച്ച് 6-ാം നൂറ്റാണ്ടിനെ കുറിച്ച് എത്ര തേച്ച് മാച്ച് കളഞ്ഞാലും മാഞ്ഞു പോവാത്ത ചരിത്രത്തിന്റെ ശേഷിപ്പായി ആ സ്മരണകളെ കുറിച്ച് പറഞ്ഞത് സൂറത്തുൻ നഹ്ലിലും മറ്റുമൊക്കെ കാണാം. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഊസാ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. ഒരു വാർത്ത കേട്ടാൽ തന്നെ ആ വാർത്തയിൽ പ്രകോപിതനായും പ്രക്ഷുബ്ധനായും വരാൻ ഒരു മനുഷ്യനിൽ ആ വാർത്ത എത്രമാത്രം മാനസികമായി സ്വാധീനം ചെലുത്തുന്നു എന്നതിന്റെ ശരീരഭാഷ പോലും പറഞ്ഞു. പെണ്ണാണ് നിന്റെ ഭാര്യ, നൊന്ത് പ്രസവിച്ച കുഞ്ഞ് പെണ്ണാണ് എന്ന് പറയുന്നത് എവിടെയൊന്ന് കേട്ടുപോയാൽ ആ കേൾവി മാത്രം മതി അയാളുടെ നിറം മാറാൻ. ആ നിറം കറുപ്പ, മുഖം ഇരുളുമുറ്റി നിൽക്കും. എന്നിട്ട് അവൻ വ്യാകുല ചിത്തനായി അവൻ എടുക്കുന്ന ഒരു തീരുമാനം മറ്റുള്ളവർ കാണുന്നതിന് മുന്നേ മണ്ണിന്റെ അടിയിൽ ഇതിനെ കുഴിച്ചു മൂടുക എന്ന ഒരു നരഹത്യയുടെ ഏറ്റവും ക്രൂരമായ ഭാവമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അവനോട് പറയപ്പെട്ടത് അവന്റെ നിറം മാറാൻ വേണ്ടി അവനെ
രക്തത്തളപ്പിലേക്ക് കൊണ്ടുവന്ന് ആ സങ്കടം എന്ന് അവൻ ധരിച്ച, അല്ലെങ്കിൽ നാശം, മോശം എന്ന് അവൻ ധരിച്ച ആ വാർത്തയെ ഖുർആൻ പറഞ്ഞത് പെണ്ണ് പിറന്ന വാർത്ത, അത് സന്തോഷം എന്ന് പരിശുദ്ധ ഖുർആൻ. ഇതിലും വലിയ അംഗീകാരം എവിടെ? അവിടെ നിന്നുകൊണ്ട് ആ സമൂഹത്തെ ഇസ്ലാം പുറത്തു കൊണ്ടുവന്നു. ആ കാലഘട്ടത്തിൽ ആ സംസ്കാരത്തോട് സമരം ചെയ്ത് 23 വർഷം കൊണ്ട് പെണ്ണിന് കിട്ടേണ്ട ആദരവ് അവസാന നിമിഷം പോലും തൊട്ടടുത്ത് സ്വർഗമുണ്ടായിട്ടും അവിടുന്ന് മരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് ഭാര്യയുടെ മടിത്തട്ട് സയ്യിദുനാ റസൂലുള്ളാഹി മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്നാണല്ലോ ഇസ്ലാമിക വിശ്വാസ പ്രകാരം. പരിശുദ്ധ മദീനയുടെ മസ്ജിദുൻ നബവിയുടെ ആദ്യ ഭാഗങ്ങൾ സ്വർഗ. ആ സ്വർഗം തൊട്ടടുത്തുണ്ടായിട്ടും ആത്മീയമായ കോണിൽ ഒരു മനുഷ്യന് അവസാന നിമിഷം കഴിച്ചുകൂട്ടാൻ സ്വർഗം തൊട്ടടുത്തുണ്ടായിട്ട് അതിലേറെ പ്രാധാന്യം പ്രിയപ്പെട്ടവരുടെ മടിത്തട്ടിന് കൊടുത്തത് ഒരു സ്ത്രീത്വത്തോട് കൊടുത്ത ആദരവാണ്. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെണ്ണിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ സഹയാത്രികനായി പരിശുദ്ധ വഹയിന്റെ അമരധ്വനികൾ വന്നിറങ്ങുമ്പോൾ ലോകത്ത് ഏത് കാലഘട്ടത്തിലും ഇനി അത് ആവർത്തിക്കരുത് എന്ന രീതിയിൽ സർവശക്തനായ തമ്പുരാന്റെ എക്കാലത്തെയും മികച്ച താക്കീതായി പരിശുദ്ധ ഖുർആൻ സൂറത്ത് തക്വീറിന്റെ ആയത്തുകൾ ഇറങ്ങാണ്. ഈ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോടാ ചോദിക്കുന്നത്, നീ എന്തിനാണ് പെണ്ണെ കുഴിച്ചു മൂടപ്പെട്ടത് എന്ന്. അല്ലാതെ കുഴിച്ചു മൂടിയവന്റെ ന്യായങ്ങൾ കേൾക്കലല്ല അള്ളാന്റെ കോടതി. പരിശുദ്ധ ഖുർആൻ പറയുന്നു, പെണ്ണെ, പെൺകുട്ടിയോട് ചോദിക്കാൻ, നീ എന്തിനാണ് കുഴിച്ചു മൂടപ്പെട്ടത്? രാജാതിരാജനായ തമ്പുരാന്റെ അവന്റെ കോടതിയെ പറയാതെ പോലും പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിഞ്ഞു മാറുന്നില്ലല്ലോ. മാലികി യൗമിദ്ദീൻ, വിചാരണ. ആ കോടതിയെ ജീവിതത്തിൽ 17 പ്രാവശ്യം നിർബന്ധിതമായി ഓർമ്മപ്പെടുത്തുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ എക്കാലത്തെയും മികച്ച താക്കീത് കുഴിച്ചു മൂടപ്പെട്ട പെണ്ണിനോട് ചോദിക്കും, നിന്നെ ആരാ കൊന്നത് എന്നല്ല, നീ എന്ത് കാരണത്താൽ കുഴിച്ചു മൂടപ്പെട്ടു. കൊന്നവനെ വിളിച്ചിട്ട് നീ എന്തിനു കൊന്നു എന്നല്ല ചോദിക്കാം. അവന്റെ ന്യായങ്ങൾ കേൾക്കാൻ ആ ഭാഗത്തേക്ക് ന്യായാധിപനായ അള്ളാഹുവിന് തിരിഞ്ഞു നോക്കാൻ തന്നെയില്ല, അങ്ങനെ ഒരു ഇഷ്ടം തന്നെയില്ല, അങ്ങനെ ഒരു താല്പര്യം തന്നെയില്ല. കുഴിച്ചു മൂടപ്പെട്ടവളുടെ കൂടെ നിന്നുകൊണ്ട് ചോദിക്കും, നിന്നെ ആരാ കുഴിച്ചു മൂടിയത്, എന്തിനാണ് നിന്നെ കുഴിച്ചു മൂടപ്പെട്ടത്? ഈ ചോദ്യത്തിന്റെ അവതരണം പോലും സ്ത്രീത്വത്തിന്റെ സർവകാലത്തിന്റെയും സംരക്ഷണമായി നിലകൊള്ളുന്ന ഒരു വചനത്തിന്റെ ഏറ്റവും തിളക്കമുള്ള വജ്രപ്രസാദമായി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ചിന്തിക്കുക. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നടപ്പാക്കിയിട്ടുള്ള മാനുഷിക നിയമങ്ങൾ, അതിലേറ്റവും പ്രാധാന്യമുള്ളത് പെണ്ണിന് കൊടുത്ത ഈ സംരക്ഷണ നിയമങ്ങളും ആരാലും എത്ര കീറി മുറിച്ചു നോക്കിയാലും അശാസ്ത്രീയത എന്ന് ആരോപിക്കലല്ലാതെ യഥാർത്ഥത്തിൽ കണ്ടെത്താൻ കഴിയാത്ത വിധം സുരക്ഷിതമായ സ്ത്രീയുടെ സ്വത്തവകാശ നിയമങ്ങളും മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ സ്വഹാബി ജാബിർ ബിൻ അബ്ദുല്ലാഹി തങ്ങൾ പറയുന്നുണ്ട്. ഇമാം ഖുർത്തുബി സൂറത്തുൽ നിസാഇന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഈ ഹദീസ് പറയുന്നുണ്ട്. ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം അബൂദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മഹാനായ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു, വലിയ ധനാഢ്യനാണ്, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ വന്നുകൊണ്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഇന്ന സഅദൻ ഹലക വതറക ബിൻതൈനി വഅഖാ. നബിയെ, സഅദ് ബിൻ റബീഅ മരണപ്പെട്ടു, അങ്ങ് അറിഞ്ഞല്ലോ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കോടാനുകോടി വരുന്ന സമ്പത്ത് ബാക്കി വെച്ചിട്ടാ പോയത്. 2 പെൺമക്കളുണ്ട് സഅദിന്. സഅദിന്റെ ഒരു സഹോദരനുമുണ്ട്. അതുകൊണ്ട് നബിയെ, സഅദിന്റെ സഹോദരൻ എന്താ തീരുമാനിച്ചെന്നറിയോ? റളിയല്ലാഹു അൻഹു ഫഅമദ അഖൂഹു ഫഖബല മാ തറക സഅദ്. സഅദ് ഉപേക്ഷിച്ച കോടിക്കണക്കിന് വരുന്ന സമ്പത്ത് കയ്യേറിയിട്ട് ഈ പെൺമക്കളെ അവഗണിച്ച് ദൂരേക്ക് മാറ്റി നിർത്തുന്ന അവസ്ഥയില് മരിച്ചുപോയ എന്റെ ഭർത്താവിന്റെ സഹോദരൻ സ്വത്ത് കയ്യേറി എന്ന് പറയുന്നിടത്ത് ഈ പെണ്ണ് വന്ന് ആവശ്യപ്പെടുന്നത് 2 പെൺമക്കളുടെ സ്വത്തിന് വേണ്ടിയിട്ടുള്ളതായ ഒരു വാദമാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഉന്നയിക്കുന്നത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സഹോദരനെ, സഅദ് ബിൻ റബീഇന്റെ സഹോദരനെ വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ഉദ്ഉലി അഖാ, സഅദിന്റെ സഹോദരനെ ഇവിടെ വിളിച്ചു കൊണ്ടുവരപ്പെടണം. എന്നിട്ടോ അദ്ദേഹത്തോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിസ്തരിക്കുകയാണ്, ചോദിക്കുകയാണ്, ഇദ്ഫഅ ഇല ബനതൈഹി സുൽസൈൻ വ ഇല ഇംറഅതിഹി സുമുൻ വലക മാ ബഖിയ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീയുടെ സ്വത്തവകാശം നോക്കണേ.
അവിടെ മറ്റ് ആ ചരിത്ര പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ അവിടെ അവകാശികളായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആളുകളിൽ 2 പെൺകുട്ടികൾ എന്ന് ധരിച്ചോടത്ത് നിന്ന് ഈ ഭാര്യയെ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു സ്വത്തവകാശത്തിന്റെ സർവകാലത്തിന്റെ നിയമം അന്ന് പറഞ്ഞതാ ഇന്നുമുള്ളത്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനോട് പറഞ്ഞു, മോനെ, ഇവിടെ ഉപേക്ഷിച്ച് നിന്റെ സഹോദരൻ ബാക്കി വെച്ചിട്ട് പോയിരിക്കുന്ന അനന്തര സ്വത്തുണ്ടല്ലോ, അതിന്റെ 2/3 ഭാഗം അദ്ദേഹത്തിന്റെ 2 പെൺമക്കൾക്കുള്ളതാ. പിന്നെ യാതൊരു പ്രതീക്ഷയില്ലാതെ വന്ന് ഈ പരാതി പറഞ്ഞ ഭാര്യയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഭാര്യ, അവർക്ക് മക്കളുള്ള സ്ഥിതിക്ക് 8/1 കൊടുക്കണം മോനെ. 3/2 പെൺമക്കൾക്ക്, മൊത്തം സ്വത്തിന്റെ 8/1 ഈ ഭാര്യക്ക്. അതിന്റെ ബാക്കി എത്ര വരുന്നോ അതേ നിനക്ക് അവകാശമുള്ളൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീയുടെ സ്വത്തവകാശത്തിൽ ഇതുപോലെ പറയാൻ ആരാ ഉള്ളത്? ജീവിക്കാൻ മാത്രമല്ല, അവർക്ക് ജീവിതത്തിൽ എല്ലാം നിലനിർത്തി കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ഭദ്രത പോലും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ പ്രത്യയശാസ്ത്രത്തിന്റെ കർമ്മശാസ്ത്ര വീതിയിലൂടെ വരുമ്പോ, ഇസ്ലാമിക കർമ്മശാസ്ത്രം ഒരു മയ്യത്തിന്റെ അവകാശികൾ ആരെന്ന് പറയുന്നിടത്ത് പെണ്ണിനെ പ്രത്യേകം പറഞ്ഞു. സ്ത്രീകളിൽ നിന്നും അനന്തരാവകാശം എടുക്കുന്നവർ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ കൃത്യമായി തന്നെ കാണാം. അടിസ്ഥാനപരമായി 7 വിഭാഗമാണ്. ഒരു മയ്യത്തിന്റെ മകള്, മയ്യത്തിന്റെ മകന്റെ മകള്, മയ്യത്തിന്റെ മാതാവ്, മയ്യത്തിന്റെ വല്ലുമ്മ, 2 വഴിക്കുണ്ടാവാത്, ഉമ്മ വഴിയും വാപ്പ വഴിയും. അതുപോലെ തന്നെ മയ്യത്തിന്റെ സഹോദരി, മയ്യത്തിന്റെ ഭാര്യ, മയ്യത്തിന്റെ വലാ ഉടയ ബന്ധം എന്ന് പറയുന്ന ബന്ധത്തിലുള്ളവർ. ഇവിടെ തന്നെ ഇത് പിന്നെയും ശിഖിരമായി പിതാവ് ഒത്ത മാതാവൊത്ത ബന്ധങ്ങളിലൂടെയുള്ള സഹോദരിമാരിലേക്കും ഈ രീതിയിൽ അനന്തര സ്വത്ത് പിന്നെയും അത് ശിഖിരമായി വികസിച്ച് സ്ത്രീ അനന്തര അവകാശ നിയമമായി വളരെ വിശാലമായി തന്നെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ചുറ്റുപാടുകളിൽ പലപ്പോഴും പെങ്ങന്മാർക്ക് കിട്ടേണ്ടത് അമുക്കി കഴിയുന്നവരുണ്ടാവും. ഒരു തർക്കം വരുന്നോടത്ത് ഇസ്ലാമിക നിയമം ഇടപെടുകയാണ്. തൃപ്തിയോടുകൂടെ കൊടുക്കാം, അതിൽ തർക്കമില്ല, തൃപ്തിയോടുകൂടെ കൊടുക്കാം. തർക്കമുള്ളോടത്ത് നിയമം വരുന്നു. അങ്ങനെ വരുന്നോടത്ത് അള്ളാഹുവിന്റെ ഖുർആൻ അനന്തരസ്വത്തിന് അനധികൃതമായി തിന്നുന്ന ആളുകളെ വളരെ വിമർശിച്ചുകൊണ്ട്, വളരെയധികം കർശനമായ ഭാഷയിലും അതുപോലെ തന്നെ രൂക്ഷമായ ഭാവത്തിലും വിമർശിച്ചുകൊണ്ട് ആ സമ്പത്തിന് സംരക്ഷണം നൽകുകയാണ്. അനന്തരസ്വത്തിന് അനധികൃതമായി ഭക്ഷിക്കുന്ന ആളുകളെ, ഹക്കില്ലാത്ത മുതല് പിടിച്ചു വെച്ചിരിക്കുന്ന ആളുകളെ രൂക്ഷമായ ഭാഷയിൽ പെണ്ണിന്റേതെന്ന് പറഞ്ഞാൽ അവഗണിച്ചാൽ പറ്റില്ല. അവിടെ കൃത്യമായി തന്നെ ഇസ്ലാം ഇടപെടുകയാണ്. ജ്ഞാനശാസ്ത്രത്തെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ചോടത്ത് ഈ അനന്തരാവകാശത്തിന്റെ നിയമത്തെ എല്ലാവരും പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് കൃത്യമായി തന്നെ പറഞ്ഞു. അനന്തരാവകാശത്തെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ അധ്യാപനത്തെ കുറിച്ച് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ജ്ഞാനശാസ്ത്രത്തിന്റെ പകുതി അനന്തരാവകാശ നിയമമാണ് എന്ന. കാരണം അതില് സാമൂഹിക, ഗണിത, സാമ്പത്തിക സമത്വ ശാസ്ത്രമുണ്ട്. ഭിന്നസംഖ്യ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഒക്കെ അറിയുന്ന ആൾക്ക് അനന്തരാവകാശത്തിന്റെ കണക്ക് പഠിക്കാൻ കഴിയൂ. അതിനകത്ത് കൃത്യമായി ഗണിതമുണ്ട്. ഈ രീതിയിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഹദീസ് പറയുന്നതായി കാണാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന ജ്ഞാനഗോപുരമായ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവരുടെ കാര്യം, അവരുടെ വ്യക്തി ജീവിതത്തെ പരിഗണിച്ചാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുൻനിരയിലുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ പരമമായ സ്ഥാനത്ത് നിൽക്കുന്ന, ഒരു പരമോന്നത പദവിയിലിരിക്കുന്ന ഒരു വലിയ ജ്ഞാനിയായ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്തിട്ടുള്ള പ്രമുഖനായ പ്രധാനിയായ സ്വഹാബി, മാസ്മരികമായ ഓർമ്മശക്തിയുടെ ഉടമ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരിക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പഠിച്ചു വെക്കുന്നത് വേഗം മറന്നു പോകുന്നു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ ആ തട്ടനെടുത്തുകൊണ്ട്, അവിടുത്തെ ഉത്തരീയം എടുത്തുകൊണ്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അതൊന്ന് വിടർത്തി പിടിക്കാനും, ശൂന്യതയിൽ നിന്നും ഒരു സങ്കല്പം പോലെ എന്തോ ഒന്ന് പിടിച്ച് അതിലിട്ടിട്ട് അതൊന്ന് കൂട്ടിപ്പിടിച്ച് നീ നിന്റെ നെഞ്ചോട് ചേർത്തോ, ഇനി മറവി നിനക്കില്ല, നിനക്ക് കിട്ടേണ്ടത് മുഴുവൻ കിട്ടുമെന്ന് പറഞ്ഞ് ആ ഓർമ്മശക്തിക്ക് പ്രതീകാത്മകമായ ഒരു ഉദാഹരണം കാണിച്ച് സന്തോഷിപ്പിച്ചു വിട്ട ജ്ഞാനഗോപുരമായ സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പണ്ഡിതോചിതമായ ഒരു ചർച്ച എന്ന് പറയാൻ പറ്റും
പറ്റും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന അസാധാരണ ജ്ഞാന വൈഭവമുള്ള സ്വഹാബിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, തഅല്ലമുൽ ഫറായിദ വഅല്ലിമുഹാ. നിങ്ങളൊക്കെ പ്രമുഖരാണ്, പണ്ഡിതന്മാരാണ്. ഫറായിദിന്റെ നിയമം, അനന്തരാവകാശത്തിന്റെ നിയമം കൃത്യമായി പഠിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. വളരെ ക്ലേശകരമായ ഒരു ജ്ഞാനശാഖയാണത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഫഇന്നഹു നിസ്ഫുൽ ഇൽമി വഹുവ യുൻസാ. തീർച്ചയായും അല്ലാഹു ഈ ഭൂമിയിലേക്ക് ഇറക്കിയിരിക്കുന്ന ജ്ഞാനത്തിന്റെ പകുതിയും അനന്തരാവകാശത്തിലുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന ഇസ്ലാമിക ക്രമശാസ്ത്രത്തിന്റെ ഏകദേശം 500ഓളം പേജ് വരുന്ന പഴയ ആ പ്രിന്റിൽ 6 പേജ് ഈ അനന്തരാവകാശം പറയുന്നുള്ളൂ. 6 പേജ് അതിനെക്കുറിച്ചാ പറഞ്ഞത്. ഇത് സർവജ്ഞാനത്തിന്റെയും പകുതി എന്ന്. എന്നിട്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അവ്വലു ശൈഇൻ യുൻസഉ മിൻ ഉമ്മത്തി. എന്റെ സമൂഹത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും ആദ്യം എടുത്തു മാറ്റപ്പെടുന്ന, അവർക്ക് മറവി സംഭവിക്കുന്ന, അവരിൽ നഷ്ടപ്പെടുന്ന ഒരു അറിവ് അത് അനന്തരാവകാശത്തിന്റെ നിയമമായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഇസ്ലാം എന്ത് ചെയ്തു? ഇസ്ലാമിനെ വിമർശിക്കുന്നവന് എല്ലാം പറയാം. ഇസ്ലാമിനെ ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ പോലും ഒരു ഫാസിസം ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഒരു ചാനലിന് ആ ചാനലിൻ്റെതായ ഒരു ട്രാക്ക് ഉണ്ട്. അതിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് ഇരുത്തുന്ന ആളുകൾ എക്സ് മുസ്ലിം, അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ഇപ്പൊ എക്സ് മുസ്ലിം അവനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഈ മതത്തിന്റെ കാര്യം വിശദീകരണം ചോദിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഈ മതത്തെ ചെളിവാരി തേക്കാൻ വേണ്ടി ചാനലുകൾ മുന്നോട്ട് വരാം. എന്റെ സഹോദരന്മാരെ, മീഡിയകളുടെ സംസ്കാരങ്ങൾ എപ്പോഴും നല്ലതായിക്കൊള്ളണമെന്നില്ല. ചിലരെ ചെറുതാക്കാൻ വേണ്ടി ഇവിടെ നിരീശ്വരവാദവും യുക്തിവാദവും ഒക്കെ ഉണ്ടല്ലോ. സ്വതന്ത്ര ചിന്ത എന്ന പുതിയ പേര് അതിന് വിളിക്കാം. അവരൊരിക്കലും മറ്റൊരു മതത്തെയും ചെറുതാക്കി കാണിച്ചുകൊണ്ടുള്ള ചർച്ചകൾക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അവർ നൽകുന്ന സംവാദങ്ങളോ ഒന്നും ആ തലത്തിൽ നമ്മൾ കാണുന്നില്ല. എല്ലാം അള്ളാഹുവിന്റെ ദീനിനെ ചെറുതാക്കാൻ വേണ്ടിയാണ്. എന്തുകൊണ്ട്? ചക്കരമാവിന് നേരെ ആ കല്ലെറിയാൻ കഴിയൂ. യുക്തിഭദ്രം എന്ന് പറയുന്നിടത്ത് ആ യുക്തിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുള്ളത് ഇവിടെയുള്ളൂ. ആ അർത്ഥത്തിൽ ഈ പുതിയ സംസ്കാരങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും മുന്നിൽ പല പൊള്ളത്തരങ്ങളും ഈ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സമത്വത്തിന്റെ പല വാദങ്ങളും ഉന്നയിക്കുന്നിടത്ത് സ്വാഭാവികമാണ് സ്ത്രീയുടെ സ്വത്തവകാശത്തെ കുറിച്ചുള്ളതായ ഇത്തരത്തിലുള്ളതായ നിയമങ്ങളെ കുറിച്ച് വിശകലനം ചെയ്യുന്ന ആരോപണങ്ങളുടെ മീഡിയ വാർത്തകൾ മുഴുവൻ. അല്ലാഹു തആല നമുക്ക് നമ്മുടെ മതത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ട് മനസ്സിലേക്ക് സ്നേഹത്തോടെയും താല്പര്യത്തോടെയും നെഞ്ചേറ്റാൻ സർവശക്തൻ ഹിദായത്തിന്റെ വെളിച്ചം നമ്മുടെ മനസ്സിൽ തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ കാലത്തേക്കും പറ്റിയ ഒരു വീക്ഷണം, 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഒരു വീക്ഷണം, ഇന്ന് വരെ തിരുത്തേണ്ടി വരാത്ത, ഇനി തിരുത്താനും പറ്റാത്ത ഒരു വീക്ഷണം അനന്തര സ്വത്തിന്റെ വിഷയത്തിൽ ഇസ്ലാം അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു കാര്യം. ഇസ്ലാം അവതരിപ്പിച്ചത് വളരെ യുക്തിഭദ്രമാണ്, സുരക്ഷിതമാണ്. നമ്മുടെ രാജ്യത്ത് ഈ നിയമങ്ങൾ വരുന്നതിന്റെ പശ്ചാത്തലം തന്നെ നമ്മുടെ രാജ്യത്തും ഈ അനന്തരാവകാശ നിയമമാണല്ലോ. നമുക്ക് ഒരു തർക്കം വരുമ്പോൾ കോടതി പോലും എടുക്കുന്നത് ഇസ്ലാമിക അനന്തരാവകാശ നിയമം. എങ്ങനെയാണ് ഇത് ഇവിടെ വരുന്നത്? 1937 ഇത് വരുന്നത്. പഞ്ചാബിലെ ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരു പെൺകുട്ടിക്ക് പിതാവ് മരിച്ചപ്പോ ആ സ്വത്തിനെ സംബന്ധിച്ചുള്ള തർക്കം വന്നപ്പോ അവിടെ കോടതി തീരുമാനിച്ചു, ആ കാലഘട്ടത്തിൽ നിലവിലുള്ള ഹൈന്ദവ ആചാരത്തിലും ഹൈന്ദവ വിശ്വാസത്തിലുമുള്ള ആ നിയമം വെച്ചുകൊണ്ട് വിധി നടപ്പാക്കാൻ വേണ്ടി കോടതി ശ്രമിച്ചപ്പോൾ 1937 അന്ന് ബ്രിട്ടീഷ് സർക്കാരാണ്, ബ്രിട്ടീഷ് കോടതിയാണ്. ആ സമയത്ത് ഈ പെൺകുട്ടി അവരുടെ മതപരമായ അവകാശം എന്നോണം അവർ ഉന്നയിച്ച ഒരു ആവശ്യം ഇതാണ്: ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് എനിക്ക് നിയമം പറഞ്ഞു തന്നാ മതി, വിധിച്ചാൽ മതി എന്ന്. അങ്ങനെ ബ്രിട്ടീഷ് സർക്കാർ, ബ്രിട്ടീഷ് കോടതി ആ കാലഘട്ടത്തിൽ 1937 ഇസ്ലാമിക നിയമം അനുസരിച്ച് ആ പെൺകുട്ടിക്ക് അനന്തരാവകാശത്തിന്റെ കാര്യങ്ങളിൽ വിധി കൽപ്പിക്കുകയും പിന്നീട് ഇന്ത്യൻ ഭരണഘടന വന്നപ്പോൾ അതിലേക്ക് ഇത് ചേർക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് ശരീഅത്ത് ആക്ട് 1937. ഇങ്ങനെ നമ്മുടെ മതനിയമത്തെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ പോലും അനന്തരാവകാശത്തിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് ഏറ്റവും നല്ല നിയമം എന്ന് തോന്നുന്ന വിധത്തിൽ അവർ പോലും വളരെ സ്നേഹത്തോടുകൂടെയും താല്പര്യത്തോടുകൂടെയും രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ളതായ നിയമമാണ്. ഇവിടെ പെണ്ണിന് സമത്വം വേണമെന്ന് അവകാശപ്പെടുന്നവർ അല്ലെങ്കിൽ അത്തരത്തിലൊരു വാദം ഉന്നയിക്കുന്നവർ ഇവിടെ പലതും കാണാതെ പോകുന്നുണ്ട്. ഇസ്ലാം പെണ്ണിന് കൊടുത്തതായ സ്ഥാനം എന്ന് പറയുന്നത്
പെണ്ണിന് കൊടുത്ത സ്ഥാനം എന്ന് പറയുന്നത് സംരക്ഷണമാണ്. സംരക്ഷണം, അവൾ സംരക്ഷിക്കപ്പെടേണ്ടവൾ എന്ന അർത്ഥത്തിലാണ് പെണ്ണിനെ അള്ളാഹുവിന്റെ ദീൻ അവതരിപ്പിച്ചിട്ടുള്ളത്. മാതാവിനെയും പിതാവിനെയും ഒരുമിച്ച് പറഞ്ഞു ഖുർആൻ. മാതാവിനെയും പിതാവിനെ ഒരുമിച്ച് പറഞ്ഞിട്ട് മാതാവിനും പിതാവിനും ഗുണം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മാതാവിന് ഗുണം ചെയ്യാൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. അല്ലെങ്കിൽ മാതാവ് ചെയ്ത സേവനങ്ങളെ പിതാവ് ചെയ്തത് പറയാതെ മാതാവ് ചെയ്തത് ഒരു മകനും മകളും കാണാത്ത സേവനങ്ങളെ കൃത്യമായി തന്നെ ഖുർആൻ പറഞ്ഞു. പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസമായി നിന്നെ ഗർഭം ചുമന്ന ഉമ്മയുടെ ത്യാഗത്തെ കുറിച്ച് പറഞ്ഞു. ഉപ്പ ചെയ്തു തരുന്നത് കാണുന്ന പ്രായത്തിലുള്ള മക്കൾ, അല്ലെങ്കിൽ അത് മാത്രം ഓർത്തു വെക്കാനുള്ള വിവേകമുള്ള മക്കളോട് നിനക്ക് ഓർത്തു വെക്കാൻ കഴിയാത്ത, നീ കണ്ടത് തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിൽ നിനക്ക് വേണ്ടി നിന്റെ ഉമ്മ അനുഭവിച്ചതും സഹിച്ചതും എന്തെന്ന് പറയാനാ ഖുർആന്റെ ആയത്തുള്ളത്. അല്ലാതെ വാപ്പ മേടിച്ചു കൊടുത്തതിനെ കുറിച്ച് പറയാനല്ല. ഇതെന്തുകൊണ്ട്? പെണ്ണിനോളം വലുതാവാൻ ആണിന് കഴിയില്ല എന്നത് സമൂഹത്തെ പഠിപ്പിക്കലാണ്. ഒരിക്കലും പരിചരണം കൊണ്ട് വാപ്പ വിജയിക്കണമെന്നില്ല. ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആ അമൃത് അത് മുലപ്പാലിലൂടെ ജീവിതാവസാനം വരെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സർവ്വ സ്വാധീനങ്ങളിലും മുലപ്പാൽ ഇടപെടുന്നു എന്നുള്ള മനഃശാസ്ത്രപരമായ വിഷയത്തിൽ പോലും ഇസ്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്നതായ തത്വങ്ങൾ, എന്തിനേറെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തത്വങ്ങളിലും പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനങ്ങളിലും ഒരു പെണ്ണിന് ഇസ്ലാം കൊടുത്തിരിക്കുന്ന സ്ഥാനം എവിടെ വരെ എന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വൽ വാലിദാത്തു യുർദിഉന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ. ഒരു കുഞ്ഞിന് മുല കൊടുക്കണം, അതിന്റെ പ്രായപരിധി 2 വയസ്സ് വരെ മാതാപിതാക്കൾ ആ വിഷയത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കണമെന്ന ഒരു പൂർത്തീകരണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 2 കൊല്ലം പൂർണ്ണമാകുന്നത് വരെ മുലപ്പാൽ കൊടുക്കാം എന്ന് പറയുന്നോടത്ത് തന്നെ ഖുർആൻ പറയുന്നുണ്ട്, വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. മുലപ്പാൽ കൊടുക്കുന്ന കുഞ്ഞിന്റെ മാതാവിന് വേണ്ട സംരക്ഷണം, അവൾക്ക് വേണ്ട ഭക്ഷണം, വസ്ത്രം, എന്തിനേറെ അവൾ ശമ്പളം ചോദിച്ചാൽ പോലും അവൾക്ക് കൊടുക്കണം. എന്ത് വിഷയത്തിൽ? അവൾ നൊന്തുപറ്റ കുഞ്ഞിനെ മാറോട് അണച്ചു പിടിച്ച് അമ്മിഞ്ഞു കൊടുക്കുമ്പോ അവൾക്ക് കിട്ടുന്ന സന്തോഷം ഈ പ്രപഞ്ചത്തിൽ മറ്റൊരാൾക്കും കിട്ടുന്നില്ല. അവിടെ വരുന്നതായ സംഗീതത്തിന്റെ ഏറ്റവും നിർമ്മലമായ ഗാനങ്ങളും ഗീതങ്ങളും വരുന്നോട് വേറെ എവിടെയും വരുന്നില്ല. ഏത് പാതിരാവിന്റെ ഉറക്കച്ചടയിലും അവർ പാടിയ പാട്ടുകളുടെ താളത്തിനോടൊപ്പം പറയാൻ ഒരു സംഗീത നിശകളും അതിനോടൊപ്പം കിടപിടിക്കുന്നില്ല. അത്രത്തോളം ആനന്ദത്തോടെ, തൃപ്തിയോടെ, സന്തോഷത്തോടെ ഒരു പെണ്ണ് കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുന്നതിന് ശമ്പളം വേണമെന്ന് പറഞ്ഞാൽ പുരുഷൻ കൊടുക്കൽ ബാധ്യതയാണെന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആന. അത്രത്തോളം അവരുടെ ജീവിതത്തിന്റെ നിഖില നിമിഷങ്ങളിലും ഇടപെടുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൽ പെണ്ണിന് അനന്തര സ്വത്തിന് അവകാശമില്ലാതെ പോലെ നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്നവൻ സ്വന്തം പ്രത്യയശാസ്ത്രങ്ങളുടെ പോരായ്മകളിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. പുരുഷനെ കുറിച്ച് പറഞ്ഞത് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന, സ്ത്രീകളുടെ നിയന്ത്രണം, അവരുടെ സംരക്ഷണം പുരുഷന്റെ കയ്യിൽ. ഖവ്വാമൂൻ, ഖവ്വാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഗത്തും മുബാലഗ, ഖായിം, കാര്യങ്ങൾ നോക്കി നടത്തുന്നവൻ എന്നാണ്. എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നവൻ ഖായിം. ഖവ്വാം, അത് കൂടുതൽ ജീവിതം മുഴുവൻ അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കി നടത്തുന്നവൻ. ഈ പെണ്ണിന്റെയും ഇവളുടെ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിന്റെ സർവ്വഭാരങ്ങളെയും തലയിൽ ചുമന്ന് നടക്കുന്ന ഇവനോട് പറഞ്ഞു, നിനക്ക് സ്വത്തിന്റെ 2, അവൾക്ക് നിനക്ക് കിട്ടിയതിന്റെ പകുതി, അവൾക്ക് കിട്ടിയ ആ കൊണ്ടുപോയ പകുതിയിൽ നിന്നും ഒന്നും ഇവന്റെ കാര്യത്തിന് വേണ്ടി അവള് ചെലവ് ചെയ്യൽ മത നിയമമനുസരിച്ച് യാതൊരുവിധ ബാധ്യതയുമില്ല. ഇവന് കിട്ടിയ 2-ൽ നിന്നും ഇവന്റേതും നടക്കണം, മക്കളുടേതും നടക്കണം, ഭാര്യയുടേതും നടക്കണം, കുടുംബത്തിന് ആവശ്യമായ സർവ്വതും. ഭാര്യ പണക്കാരിയായതിന്റെ പേരിൽ ഫക്കീറായ ഭർത്താവിന് ചെലവിട്ട് കൊടുക്കൽ പോലും നിർബന്ധമില്ലെന്ന് പറയുന്ന പ്രത്യയശാസ്ത്ര ഇസ്ലാം. അത്രത്തോളം പെണ്ണിന്റെ സ്വത്തിന് സംരക്ഷണം നൽകുന്നു. ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്നും ഭാര്യക്ക് കിഫായത്തിന്റെ ഖദർ എടുക്കാമെന്നതിന് കളവിന്റെ പരിഗണന പോലും നൽകാത്ത മതമാണ് ഇസ്ലാം. നേരെ തിരിച്ചില്ല. ഭാര്യയുടെ പേഴ്സിലുള്ള 50ന്റെ നോട്ട് നീ കണ്ടിട്ട് കണ്ണ് മഞ്ഞളിക്കണ്ട, അതെടുക്കാൻ പോകണ്ട, നിനക്ക് അവകാശമുള്ള, പൊരുത്തപ്പെടിക്കണം. നേരെ തിരിച്ചൊരു നിയമമില്ലെന്ന് പറയുന്നിടത്ത് പെണ്ണിന്റെ സമ്പത്തിന് സംരക്ഷണം നൽകി. ഞാൻ ഈ പറഞ്ഞതൊക്കെ വീട്ടിൽ പോയി പറഞ്ഞ് പോക്കറ്റ് പറ്റ കീറാനുള്ള പരിപാടി നോക്കരുത്. പോക്കറ്റിൽ നിന്ന് എടുത്താൽ കുഴപ്പമില്ല എന്ന് ഉസ്താദ് വഴുതു പറഞ്ഞു എന്ന് പറയാൻ നിൽക്കണ്ട.
അത്രത്തോളം പെണ്ണിന്റെ സമ്പത്തിന് സംരക്ഷണം നൽകിയ മതമാണ് ഇസ്ലാം. അള്ളാഹു ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ചർച്ചകളിൽ ഇസ്ലാമിനെ കൊണ്ടുവരുന്നത് തന്നെ ഈ മതത്തിന്റെ നിയമങ്ങളെ പഠിക്കാൻ 10,000-ങ്ങളെ മറുവശത്ത് കൊണ്ടുവരുന്നു എന്നതിന്റെ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്തി തരലാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ദീനിനെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ, നെഞ്ചിലേറ്റാൻ, ഇതിന്റെ സത്യസന്ധമായ സരണിയിലൂടെ സഞ്ചരിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഹ്രസ്വമായ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ ഖബൂലാക്ക് തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കുക അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ നിർമ്മാണത്തിലിരിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ കാര്യങ്ങളിലേക്ക് സംഭാവന തന്നവർ, സാമ്പത്തികമായും മാനസികമായും എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചവർ എല്ലാവർക്കും ഖൈർ നൽകുക അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 4 കവാടങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന സഹോദരന്റെ മരണപ്പെട്ടവരുടെ ഹദ്റത്തിൽ അതിന്റെ സവാബ് എത്തിക്കണേ തമ്പുരാനെ. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഈ അടുത്ത ദിവസങ്ങളിലായി അദ്ദേഹത്തിന്റെ ഭാര്യക്ക് സുഖമില്ല, റബ്ബേ നീ ശിഫ നൽകണേ അല്ലാഹ്. ചികിത്സയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. കിഡ്നി മാറ്റി വെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രത്യേകം ദുആരക്കാൻ റബ്ബേ ആ ഓപ്പറേഷൻ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. യാതൊരുവിധ ഇൻഫെക്ഷനോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാവല്ലേ അല്ലാഹ്, നീ സഹായിക്കണേ അല്ലാഹ്. അപകടത്തിൽ മരണപ്പെട്ട സഹോദരന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ നീ ഷഹീദിന്റെ പദവി നൽകണേ അല്ലാഹ്, ഷഹീദിന്റെ പദവി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ലഹരി ഉപയോഗത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പെട്ടുപോവല്ലേ അല്ലാഹ്, പരസ്ത്രീ ബന്ധങ്ങളിൽ പെട്ടുപോവല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഖിയാമത്ത് നാൾ വരെ ഞങ്ങളുടെ രാജ്യത്ത് ഈ മതത്തിന്റെ സ്വാതന്ത്ര്യം നീ നിലനിർത്തണേ അല്ലാഹ്. സർവ്വ മതങ്ങൾക്കും സർവ്വ സ്വാതന്ത്ര്യങ്ങളും ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നീ നിലനിർത്തണേ അല്ലാഹ്. സൗഹാർദ്ദങ്ങളെ നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്തിൽ ബറക്കത്ത് നൽകുക അല്ലാഹ്. പ്രായമുള്ള ഉപ്പമാർക്ക് ഉമ്മമാർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. മരിച്ചുപോയവരുടെ ഖബർ സ്വർഗമാക്കുക അല്ലാഹ്. അല്ലാഹുവേ പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവർ റഹ്മാനേ നീ സ്വർഗത്തിന്റെ കവാടം അവരുടെ ഖബറിലേക്ക് തുറക്കണം അല്ലാഹ്. റബ്ബനാ റഹംഹും കമാ റബ്ബൗനാ സഗീറാ دعواهم فيها سبحانك اللهم وتحيتهم فيها السلام وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.